നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ക്ലിയർ ആണല്ലോ? നല്ലോണം കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ ഇതുവരെ ചെയ്ത് തരാത്ത സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഇന്നും അത് തന്നെയാണ്. ഒരു 15 ദിവസത്തേക്ക് നമ്മൾ അതാണ് പല പല സ്ട്രെച്ചിങ്ങും പല പല ബോഡി പാർട്ടുള്ള സ്ട്രെച്ചിങ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ. അപ്പം എല്ലാവരും കൂടെ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കണം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൈകൾ ചേർത്ത് പിടിച്ചിട്ട് കണ്ണടച്ചിരുന്നേ കുറച്ചു നേരം ഫ്രീ ആയിട്ട്. സാവധാനം ചുറ്റുമുള്ള സൗണ്ടുകൾ ശ്രദ്ധിക്കാം. കിളികളുടെയൊക്കെ സൗണ്ട് ശ്രദ്ധിക്കാം. അത് ഇമാജിൻ ചെയ്യാം. സാവധാനം ശ്രദ്ധ നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഫുൾ ബോഡി റിലാക്സ് ആയിട്ടിരിക്കട്ടെ. കൈകൾ കൂട്ടി തിരുമുക. കൈകൾ കൂട്ടി തിരുമ്പുമ്പോൾ നമ്മൾ മുഖത്തല്ല വെക്കാൻ പോകുന്നത്. കൈകൾ കൂട്ടി തിരുമ്മി നമ്മുടെ റൈറ്റ് ഹാൻഡ് നെഞ്ചിലും ലെഫ്റ്റ് ഹാൻഡ് വയറിലുമായിട്ട് വെക്കുക. റൈറ്റ് ഹാൻഡ് നെഞ്ചിലും ലെഫ്റ്റ് ഹാൻഡ് വയറിലുമായിട്ട് വെക്കുക. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. ബോഡിയുടെ നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. താങ്ക് യു ഫോർ ഷോയിങ്. മാറ്റിലേക്ക് വരാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിന് ഒരുപാട് നന്ദി. ദിസ് ഹാർഡസ്റ്റ് പാർട്ട്. നിങ്ങൾ മാറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. രാവിലെ എണീറ്റ് മാറ്റിലിട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പാടുള്ള ഭാഗം. ബാക്കിയൊന്നും അത്രയും പാടില്ല. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. കൈകൾ നമ്മൾ രണ്ടും തൊടയിലേക്ക് വെക്കുക. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിന്ന് 4 ലെഗ്ഡ് പോസ്റ്റിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, നിങ്ങൾക്ക് ക്യാറ്റ് കൗ പോസ് അറിയാം. നിങ്ങൾക്ക് അതിന്റെ ഉപയോഗം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് മൈൻഡ് റിലാക്സ് ആക്കി ആ പൊസിഷനിലേക്ക് തുടങ്ങും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിലോട്ട് കൈകൾ രണ്ടും കുത്തി കാൽ രണ്ടും ഉറപ്പിച്ചു വെച്ചിട്ട് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി നിൽക്കുക. ഫൗണ്ടേഷൻ നല്ലപോലെ സ്ട്രോങ് ആക്കുക. ശ്രദ്ധിക്കുക നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴുത്തും തലയും നിങ്ങളുടെ സ്പൈനും ബാക്ക് ബോൺ ടെയിൽ ബോൺ ഇവയെല്ലാം ഒരു ലൈനിൽ നിൽക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. ഇൻഹെയിൽ മുകളിലോട്ടും എക്സെയിൽ താഴോട്ടും ചെയ്യാം. സ്ലോലി ഇൻഹെയിൽ, ചെസ്റ്റ് ഓപ്പൺ, എക്സെയിൽ. തല തൂക്കിയിടുക. റാ കൊടുക്കാതെ കണ്ടിന്യൂ ചെയ്യാം. ഇൻഹെയിൽ, എക്സെയിൽ. Inhale, exhale. സ്ലോലി നിങ്ങൾ ഇഷ്ടത്തിൽ രണ്ടോട്ടം ചെയ്തോ. ഞാൻ ഇൻഹേൽ എക്സേൽ പറയത്തില്ല. ഓക്കെ. കഴിഞ്ഞവര് സാവധാനം സ്റ്റിൽനെസ് വരിക. 4 സൈഡ് നല്ല സ്ട്രോങ് ആണ്. ജസ്റ്റ് നമ്മൾ നനങ്ങി കൊടുക്കുക. എന്നിട്ട് പതുക്കെ നമ്മള് റൈറ്റ് സൈഡിലോട്ട്
നമ്മുടെ ബാക്കിൽ മതിലോ ബാക്കിൽ എന്താണോ കാണുന്നത് അങ്ങോട്ടൊന്ന് നോക്കുക. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു സ്ട്രെച്ച് കിട്ടും. നമ്മൾ ലെഫ്റ്റ് സൈഡ് നല്ല വലിഞ്ഞ് നിൽക്കുകയായിരിക്കും. അതിന്റെ കൂടെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഹാൻഡ് എടുത്ത് ആ സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് നീട്ടി വെക്കുക. അപ്പൊ ഫുള്ള് നല്ലൊരു സ്ട്രെച്ച് കിട്ടും. റിലാക്സ് കൈ തിരിച്ചു കൊണ്ടുവന്ന് നടുക്ക് വെക്കുക. അതേപോലെ പതുക്കെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുക. ലെഫ്റ്റ് സൈഡിലെ ബാക്ക് സൈഡ് കാണുന്ന വേണ്ടിയിട്ട് തിരിയുക. പതുക്കെ നിങ്ങളെ റൈറ്റ് ഹാൻഡ് എടുത്ത് ആ സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡിൽ നല്ലൊരു സ്ട്രെച്ച് കിട്ടും. സ്ലോലി റിലാക്സ്. ഓക്കെ. നമ്മൾ പതുക്കെ നമ്മുടെ കൈ ഇരിക്കുന്നില്ലേ, കൈ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മളെ എൽബോ കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, ചെയ്യാം. കൈ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മളെ എൽബോ രണ്ട് വെക്കുക. മാറ്റിൽ തട്ടിച്ച് വെക്കുക. കൈ കാണുന്നുണ്ടല്ലോ, കണ്ടോ? തട്ടിച്ച് വെക്കുക, ഉറപ്പിച്ച് വെക്കുക. നമ്മളൊരു കുളത്തില് അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിൽ നമ്മളൊരു കണ്ണാടിയിലോട്ട് നോക്കുന്ന കണക്ക് നിൽക്കുക. വി ആർ ഗോയിങ് ടു ഓപ്പൺ അവർ ഹാർട്ട്. നമ്മുടെ ഹാർട്ട് തുറക്കാൻ പോവാണ്. നല്ലോണം പുഞ്ചിരിക്കുക. ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് നിലനിൽക്കുക. യു ആർ ഗോയിങ് ടു എൻജോയ് ദിസ് ഡേ. ഈ ഡേ നിങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ദിസ് വിൽ ബി യുവർ ഡേ. നിങ്ങൾക്ക് ഇന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. സാധാരണ കാലുകൾ ബാക്കിലോട്ട്, നമ്മൾ എവിടെയാണോ വെച്ചേക്കുന്നത് അതിന്റെ ഒരിച്ചിരി ബാക്കിലോട്ട് കാലുകൾ കൊണ്ടുവരും. ഒരുപാട് ബാക്കിലോട്ട് വേണ്ട, കുറച്ച് ബാക്കിലോട്ട്. എന്നിട്ട് ജസ്റ്റ് തല കൈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെറ്റി ഒന്ന് തറയിൽ തട്ടിച്ച്. പറ്റുന്നവര് മതി, പറ്റാത്തവര് അവിടെ തന്നെ നമ്മൾ ഏത് പൊസിഷനാണോ നിൽക്കുന്നത് ആ പൊസിഷൻ നിൽക്കുക. ജസ്റ്റ് ഒന്ന് തല തട്ടിക്കുക. അപ്പൊ നമ്മുടെ ഹാർട്ട് നല്ല വിരിഞ്ഞു വരും, അല്ലെങ്കിൽ നമ്മളെ ചെസ്റ്റ് നല്ല ഓപ്പൺ ആവും. അവിടെ ഒരു 3 ബ്രത്ത് എടുക്കാം. സാവധാനം തിരിച്ചു വന്ന് പതുക്കെ 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 നിങ്ങളെ ബെല്ലിയില് വയറ് താഴത്തെട്ടിച്ച് കിടക്കുക. ഓക്കെ, പൊസിഷൻ കണ്ടോ? നീണ്ട് കിടക്കുകയാണേ. താഴോട്ട് എന്നിട്ട് പതുക്കെ ഇൻഹേൽ, ബേബി കോബ്ര എന്ന് പറയും. ഇൻഹേൽ, എക്സേൽ. ഒരു വട്ടം കൂടി ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ, എക്സേൽ. റിലാക്സ്. നിങ്ങൾ കൈ എടുത്തിട്ട് കൈ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർത്ത് പിടിക്കുക. കണ്ടോ? കൈകളൊന്ന് കോർത്ത് പിടിക്കുക. എന്നിട്ട് കാലുകൾ ബാക്കിൽ കണ്ടോ? കാലുകൾ കണ്ടോ? കാലുകൾ ഇങ്ങനെ ഇരുന്ന കാലാണ് നമ്മൾ കാലോട് ഉറപ്പിക്കുക. കൈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ചെയ്ത് നോക്കിയോ? അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പതുക്കെ കാലിലെ സപ്പോർട്ടിലും കൈയുടെ സപ്പോർട്ടിലും നമ്മളൊന്ന് പൊങ്ങാൻ പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കൈക്ക് വേദന വരും. അതുകൊണ്ട് കൈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ വെച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പൊങ്ങാൻ പറ്റുന്നത് അവിടെ വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മളെ പ്ലാങ്ക് പൊസിഷൻ. പ്ലാങ്ക് പൊസിഷനിലിട്ട് വരിക. നിങ്ങളുടെ ബോഡി ഫുൾ ഒരു ഷിവറിങ് ഫീൽ കാണും. ബോഡി ഒരു ഷിവറിങ് ഫീൽ കാണും. 3, 2, 1, റിലാക്സ്. കൈകൾ തിരിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ കൈ രണ്ടും ജസ്റ്റ് തലയൊന്നും അവിടെ കിടന്നു കൊടുക്കുക. നൗകാസനം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ രണ്ടും കൂടി കോർത്ത് നമ്മളിങ്ങനെ കോർത്ത് വെക്കത്തില്ല, ഇങ്ങനെ കോർത്ത് ആ കയ്യിൽ കിടക്കുക. ഫുൾ ബോഡി റിലാക്സ് ആയിട്ട് കിടന്നേ. നമ്മുടെ ബോഡിക്ക് ചെറിയൊരു ഷിവറിങ് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു വർക്കൗട്ട് ആയിരുന്നു അത്.
വയറിനും വയറ് കുറയാനൊക്കെ നമ്മളെ കോർ മസിൽസ് എൻഗേജ് ആവാനുള്ള ഒരു എക്സസൈസ് ആണ് നമ്മൾ പ്ലാങ്ക് എന്ന് പറയുന്നത്. എത്ര നേരം ചെയ്യുന്നു അത്ര നേരം നമുക്ക് നമ്മുടെ കോർ മസിൽസ് എൻഗേജ് ആവും, അതിനനുസരിച്ച് ഫാറ്റ് ബേൺ ആവും. ഓക്കെ ഓക്കെ അതൊക്കെ കൈകൾ ബാക്കിലോട്ട് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഫോർ ലെഗ്ഡ് പൊസിഷന് തിരിച്ചു വരിക. ബാക്കിലോട്ട് നമ്മുടെ ചൈൽഡ് പോസ് ഇരുന്ന് കൊടുക്കുക. പതുക്കെ 3 കൈകൾ ബാക്കിലോട്ട് പെയിൻ ചെയ്ത് നിവർന്ന് വരിക. ഇങ്ങനെ ഒരുപാട് എന്ത് ഈ നമ്മുടെ PCOD കണക്കുള്ള പ്രോബ്ലംസിന്റെ ഒരു പരിഹാരമായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് നമ്മൾ ഇനി ക്ലാസ്സുകൾ പറയും, എന്നാലും ഞാൻ കുറച്ച് പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും നമ്മൾ ഹിപ്പ് ഓപ്പണേഴ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹിപ്പ് ഓപ്പൺ ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. തൈറോയിഡ് ഗ്ലാൻഡ് ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇനി ചെറുതായിട്ട് ഓൺ ചെയ്യാം. നമ്മൾ 2 കാലും ഒരു സൈഡിലോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ സുഹാസന ഇരിക്കത്തില്ല, അതിന് പകരം നമ്മുടെ കാലുകൾ നമസ്കാര മുദ്ര പിടിച്ചിട്ട് ജസ്റ്റ് അടുപ്പിച്ച് കൊണ്ടുവരിക. എന്നിട്ട് കാല് നെഞ്ചിൽ പിടിക്കുക. ഇങ്ങനെ ഇവിടെ ഈ പോസ് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും നിവർന്നിരിക്കുക. നമ്മളിങ്ങനെ ബാക്ക് കാണിച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കരുത്, നമ്മൾ നിവർന്നിരിക്കുക സ്ട്രെയിറ്റ്. നിങ്ങൾക്ക് എവിടം വരെയാണോ കാല്, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ കാല് കൊണ്ടുവരാൻ പറ്റത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ കാല് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും ആദ്യമൊക്കെ. അപ്പൊ എന്ത് ചെയ്യുക, അത് അങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നട്ടിൽ നിവർന്നിരിക്കണം. ഓക്കെ, അപ്പൊ കാൽ പിടിച്ചിട്ട് ജസ്റ്റ് എവിടെയാണോ ഇരിക്കാൻ പറ്റുന്നത് അവിടെ ഇരുന്ന് കൊടുക്കുക. കണ്ടോ, ഇരിക്കുക. നിങ്ങൾക്ക് ഇനി ആ പതുക്കെ നല്ല സ്ട്രെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് കാലൊന്ന് സ്ട്രെച്ച് കൊടുക്കുമ്പോഴേ നമ്മുടെ ഹിപ്പ് ഓപ്പൺ ആവും. അതടക്കം ഓപ്പോസിറ്റ് സൈഡ് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ ഈസിന്. ഓക്കെ, ബട്ടർഫ്ലൈ പോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പതുക്കെ ഇവിടെ നിന്ന് ഷേക്ക് ഈ ബട്ടർഫ്ലൈ കണക്കാവും നമ്മൾ. അതാണ് ഹിപ്പ് ഓപ്പണേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് PCOD, നമുക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും PCOD കുറയ്ക്കണമെങ്കിലും ഒക്കെ നമുക്കിത് ചെയ്യാം. ഒരുപാട് ഡിസീസസിന് റെമഡി ആയിട്ടും അല്ലെങ്കിൽ ഡിസീസിനെ പ്രിവെന്റീവ് മെഷർ ആയിട്ടും നമുക്ക് യോഗ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ചെയ്യാൻ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തേ. ഒരു ബട്ടർഫ്ലൈ ആണെന്ന് വിചാരിച്ചേ. സ്ലോലി റിലീസ്. കാലുകൾ അടുപ്പിച്ച് കൊണ്ടുവന്ന് നമുക്ക് കെട്ടിപ്പിടിച്ച കാലുകൾ ജസ്റ്റ് നാടി കൊടുക്കുക. റിലാക്സ്. കമ്മിങ് ബാക്ക് ടു അവർ ഫോർ ലെഗ് പൊസിഷൻ. നമ്മൾ അവിടെ നിന്ന് റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പൊസിഷനിലോട്ട് പോയത്. വീണ്ടും നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക. നമ്മൾ കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഓക്കെയാണ്. നമ്മൾ കാലുകൾ കുത്തി, ഓക്കെ, കൈകൾ സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ കുറച്ചും ഒരു ഡൗൺവേർഡ് ഡോഗ് പൊസിഷനിലോട്ട് വരാൻ പോവാണേ. റെഡി? ഇൻഹേൽ, എക്സേൽ. അവിടെ തന്നെ ഇൻഹേൽ, എക്സേൽ ത്രൂ യുവർ മൗത്ത്. ബ്രീത്ത് നോർമൽ ആക്കുക. ബ്രീത്തിനെ ശ്രദ്ധിക്കേണ്ട, സാവധാനം നമ്മൾ ഉയർന്നു കൊടുക്കുക. ഉയർന്നു കൊടുക്കുക. ഇതാണ് നമ്മളെ ഡൗൺവേർഡ് ഡോഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമേ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്, കാല് മനസ്സിലായോ? കാല് താഴെ തട്ടത്തില്ല. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാല് താഴെ തട്ടും. എനിക്ക് ആദ്യം തട്ടത്തില്ലായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിക്കാതെ നമുക്ക് കാല് ഇങ്ങനെ താഴെ തട്ടി മുട്ട് വളയ്ക്കാതെ കാല് താഴെ തട്ടിച്ചിങ്ങനെ വെക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നല്ല സ്ട്രെച്ചിങ് ആകുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അത് കുറേശ്ശെ ചെയ്ത് വരുമ്പോഴാണ് ശരിയാവുന്നത് കേട്ടോ. ആദ്യം നിങ്ങൾ മുട്ട് മടക്കി വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഈ പൊസിഷൻ നമ്മൾ സ്റ്റേബിൾ ആവുക. നമ്മളെ ഫോർ ലെഗ്ഡ് പൊസിഷൻ ഓക്കെ ആയില്ലേ, അതേ കണക്ക് നമ്മുടെ ഡൗൺവേർഡ് ഡോഗ് പൊസിഷന് നമ്മൾ ഓക്കെ ആക്കുക. അയ്യോ എന്റെ കൈ വേദനിക്കുന്നു തോന്നുന്നവർക്ക് പതുക്കെ എന്ത് ചെയ്യാം, ബ്രസ്റ്റിൽ വന്നിട്ട് കൈയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കൈ മസാജ് ചെയ്ത് കൊടുക്കാം.
കൈയൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് സ്ട്രെച്ച് ഒക്കെ ഓക്കെ ആക്കാം. കാരണം നമ്മൾ ഒരുപാട് നാളായിട്ട് കൈക്കൊന്നും ഒരുപാട് സ്ട്രെങ്ത് കൊടുക്കാതൊക്കെ അല്ലേ. അപ്പം ടേക്ക് ഇറ്റ് സ്ലോ, പതുക്കെ ചെയ്താൽ മതി. നമുക്ക് ഒരുപാട് സമയമുണ്ട്. നമ്മൾ ചെയ്യാതിരുന്ന ആൾക്കാർ ഇവിടെ വരെ എത്തിയില്ലേ. അതാണ് ഏറ്റവും വലിയ കാര്യം. സോ നിങ്ങൾക്ക് കൈ വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു എന്നുണ്ടെങ്കിൽ പതുക്കെ ചെയ്താൽ മതി. എപ്പോഴൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് നിങ്ങൾ ആ പൊസിഷനോട്ട് വരിക. എൻജോയ് ദാറ്റ് പൊസിഷൻ. തല തൂങ്ങി കിടക്കുകയാണ്. നമ്മുടെ ബ്ലഡ് ഫ്ലോ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. കാലുകൾ സ്ട്രോങ് ആണ്, കൈ സ്ട്രോങ് ആണ്. ചെസ്റ്റിന് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ലെഗ് കണ്ടോ, റൈറ്റ് ലെഗ് റൈറ്റ് ലെഗ് നമ്മൾ ബെൻഡ് ചെയ്യാൻ പോവാണ്. ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുന്നു. തിരിച്ച് റൈറ്റ് ലെഗ് നിവർത്തുന്നു. ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് നോക്കും. കണ്ടിന്യൂ ചെയ്യാം പതുക്കെ, സ്ലോലി. അതിന്റെ കൂടെ ഇൻഹെയിലും എക്സെയിലും കൂടി ചേർത്ത് പതുക്കെ ചെയ്താൽ മതി. പതുക്കെ. We are making our basement strong. Okay, അതൊക്കെ റെസ്റ്റിൽ വരിക. എന്നിട്ട് സാവധാനം നിങ്ങളെ കാല് ഫ്രണ്ടിലോട്ട് കൈ നിവർത്തി കൊടുക്കുക. പതുക്കെ നടന്ന് വരിക. കണ്ടോ, ഫോർവേഡ് ബെൻഡ്. ബോട്ട് നമ്മള് ബെൻഡ് ചെയ്ത് നിൽക്കുക. കണ്ടോ, നിങ്ങൾ മുട്ട് മടക്കി നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മുട്ട് മടക്കി നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. അതല്ല നിവർന്ന് നിൽക്കാൻ പറ്റുന്നവർക്ക് നിവർന്ന് നിൽക്കാം. ഇറ്റ്സ് ഓൾ യുവർ കൺവീനിയൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് സാവധാനം നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് ഒന്ന് കൈ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കൂ. അതേപോലെ ലെഫ്റ്റ് സൈഡിലോട്ട്. വി ആർ എക്സ്പ്ലോറിങ്. നമ്മൾ പുതിയ പുതിയ രീതികളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി പറ്റി. ഫുൾ ബോഡിക്ക് സ്ട്രെച്ച് കിട്ടി. കൈകൾ നമ്മൾ കൈ കെട്ടിയിട്ട് അത് വീണ്ടും റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും. നൈസ് നൈസ് നൈസ്, വെരി ഗുഡ്. നിങ്ങൾ എല്ലാം നല്ലപോലെ ചെയ്യുന്നുണ്ട്. കൈ താഴേക്ക് പതുക്കെ ഒന്ന് ഇരുന്ന് കൊടുത്തേ. നല്ലോട്ട് ഇരുന്ന് കൊടുത്തേ. ബോഡിയിലുണ്ടായ മാറ്റങ്ങൾ കണ്ണടച്ച് ശ്രദ്ധിച്ചേ. സാവധാനം നമ്മൾ ഉയരാൻ പോവാണേ. താഴേന്ന് നമ്മളിങ്ങനെ പതുക്കെ പൊങ്ങാൻ പോവാണേ. കാല് സപ്പോർട്ട് ചെയ്ത് ബട്ടക്സ് പൊക്കി ഡൗൺവേർഡ് ഡോഗ്ലോട്ട് അല്ല, ഡൗൺവേർഡ് ബെൻഡിങ് പൊസിഷൻ വന്ന് പതുക്കെ ഉയർന്ന് പിന്നെ തല ഒന്നും ചിലപ്പോൾ കാണത്തില്ല. ഉയർന്ന് തല നിവർത്തി കൈകൾ ചിന്മുദ്ര ഉണ്ടോ, ചിന്മുദ്ര പിടിച്ച് ബ്ലഡ് ഫ്ലോ തിരിഞ്ഞു വരുന്നത് ഇമാജിൻ ചെയ്യുക. ഇതാണ് മൗണ്ടെയിൻ പോസ്. നിങ്ങളൊരു മൗണ്ടന്റെ ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്നവർക്ക് ഇമാജിൻ ചെയ്യുക. ബ്രീത്ത് ഒന്നും ചെയ്യേണ്ട, നോർമൽ ആയിട്ടുള്ള ബ്രീത്തിനെ അതിഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. ബ്ലഡ് ഫ്ലോ റിവേഴ്സ് ആയി. We are so powerful. We are beautiful. നിങ്ങൾ സ്വയം ഇഷ്ടമുള്ള 2-3 വാക്കുകൾ മനസ്സിലാക്കുക. ഞാൻ ഒരു ഊർജ പർവ്വതമാണ്. I am a mountain of energy. I am an ocean of love. ഞാൻ സ്നേഹ സമുദ്രമാണ് എന്നൊക്കെ മനസ്സിൽ ഓർപ്പിക്കാം. അതൊക്കെ കൈ ഒന്ന് റിപ്പിൾ ചെയ്ത് നനക്കി ഫുൾ ബോഡി നനക്കി. തല കാണുന്നില്ല, എന്റെ തല പോയി കാണുന്നുണ്ടോ. ജസ്റ്റ് നനക്കി ഇടുക. ഫുള്ളൊന്ന് കുടഞ്ഞ് വീണ്ടും ഇൻഹെയിൽ, കൈകൾ മുകളിൽ കൊണ്ടുപോയിട്ട് എക്സെയിൽ പതുക്കെ പെയിന്റ് അടിച്ച് താഴോട്ട്.
കൈകൾ മുമ്പോട്ട് കൊണ്ടുപോയി കാലുകൾ ബാക്കിലോട്ട് കൊണ്ടുപോവുക. പതുക്കെ മുട്ടുകൾ താഴ്ത്തി ബാക്കിലോട്ട് ചൈൽഡ് പോസ്റ്റ് ഇരുന്നോ. അവിടെയും പെയിന്റ് അടിച്ച് നിവർന്ന് വരിക. കാല് രണ്ടും ഒരു സൈഡിലോട്ടാക്കി അതിനെ ഫ്രണ്ടിലോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ശവാസനത്തിന് വേണ്ടിയിട്ട് പതുക്കെ കാലിൽ വെച്ചിട്ട് ബാക്കിലോട്ട് കിടക്കുക. കിടക്കുക. കാലില്ലേ, കാലിൽ നമ്മൾ നേരത്തെ വെച്ചെടുത്ത് നമസ്കാരം പിടിച്ചേ. എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് വയറ്റിലും ലെഫ്റ്റ് ഹാൻഡ് ചെസ്റ്റിലുമായിട്ട് വെക്കുക. മൂന്ന് ബ്രെത്ത് എടുക്കാം. സ്ലോലി ഇൻഹെയിൽ. ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയറ് നിറഞ്ഞു വരണം. എക്സൽ ചെയ്യുമ്പോൾ വയറ് ചൊട്ടണം. ഓക്കെ, ഇൻഹെയിൽ, എക്സെയിൽ. Inhale, exhale. Inhale, big breath. Exhale through your mouth. Relax രണ്ട് കൈയും രണ്ട് സൈഡിലോട്ട് വയ്ക്കുക. കാലുകൾ പതുക്കെ ചേർത്ത് വയ്ക്കുക. ഒരു കാലം നീട്ടി വയ്ക്കുക. അതിന്റെ കൂടെ തന്നെ മറ്റേ കാലം പിടിക്കുക. എന്നിട്ട് നിങ്ങളെ ഫുൾ ബോഡി സ്ട്രെച്ചിനായിട്ട് കൈ മുകളിലോട്ട് കൊണ്ടുവന്ന് ഒരു ഫുൾ ബോഡി സ്ട്രെച്ച് കൊടുത്തേ. റിലാക്സ്. ഫുൾ ബോഡി എർത്തിലേക്ക് പതിച്ച് കിടക്കട്ടെ, പതിഞ്ഞ് കിടക്കട്ടെ. ഇത് നോർമലാണ്. യു ആർ റെസ്റ്റിംഗ് ദി എർത്ത്. നമ്മൾ ഭൂമിയിലോട്ട് ചേർന്ന് കിടക്കുക. തല മുതൽ കാല് വരെ തളർന്നു വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. പത്ത് മുതൽ താഴേക്ക് എണ്ണുക. ഓരോ ശ്വാസം എടുക്കുന്നതും വിടുന്നതും ഓരോ കൗണ്ട്. കോൺസെൻട്രേഷൻ പോവാതെ 1 വരെ എത്തണം. ഓക്കെ, നിങ്ങളൊരു പൂന്തോട്ടത്തിന്റെ നടുക്ക് വിശ്രമിക്കുന്നവർക്ക് ഇമാജിൻ ചെയ്യുക. ചുറ്റും ഒരുപാട് പൂക്കളും ചിത്രശലഭങ്ങളും ഒക്കെയുള്ള ഒരു പൂന്തോട്ടം. കുഞ്ഞിക്കിളിയുടെ സൗണ്ട് ചെവിയിൽ ശ്രദ്ധിക്കുക. നല്ല മുല്ലപ്പൂവിന്റെ മണം, അതിന്റെ മണം ശ്വസിക്കുക. ചുണ്ടിൽ നല്ലൊരു പുഞ്ചിരി വരട്ടെ.
ഫേസ് നല്ല ബ്രൈറ്റ് ആണ്. സോ ഹാപ്പി. നിങ്ങളുടെ ബോഡി മൊത്തം അയച്ചു വിടുക. നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ ഫോർഹെഡ് വെയിറ്റ് ചുളിയാതെ ഫ്രീ ആയിട്ട് വിടുക. താടിയെല്ലാം ഫ്രീ ആയിട്ട് വിടുക. നെഞ്ച് ഓപ്പൺ ആവുക ഫ്രീ ആയിട്ട്. വയറ്, പെട്ടക്സ്, തൊട, കാൽമുട്ടുകൾ, കാല്, കാൽപാദം, കാൽവിരലുകൾ, ഫുൾ ബോഡി റിലാക്സ് ആവട്ടെ. കൈവിരലുകൾ ചലിപ്പിക്കുക. ചെറുതായിട്ട് വിരലുകൾ ചലിപ്പിക്കുക. കാൽവിരലുകൾ അനക്കുക. കാല് നനക്കുക. ബോഡി ഫുള്ള് നനക്കി അനക്കി അനക്കി നമസ്കാരം മുതൽ പിടിക്കുക. നെറ്റിയിലേക്ക് കൈ കൊണ്ടുവരിക. കൈ അവിടെ ജസ്റ്റ് റബ്ബ് ചെയ്യുക. നല്ലപോലെ റബ്ബ് ചെയ്യുക. കൈ ചൂടാവട്ടെ. ബോഡി ഫുള്ള് എനർജി ആവട്ടെ. എന്നിട്ട് നല്ല ചൂടായതിനു ശേഷം ആ ചൂട് മുഖത്തേക്ക് വെക്കുക. സാവധാനം വലത്തേ ഭാഗം തിരിഞ്ഞ് പതുക്കെ വലത്തേ ഭാഗം തിരിഞ്ഞ് കൈ തറയെ പിടിച്ച് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക. സുഹാസന. നമസ്തേ. താങ്ക് യു ഓൾ. ബൈ.